നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല. വായു. തൊട്ടാലിറങ്ങും തൊട്ടാവാടി. തൊട്ടാൽ പാടുന്ന സാധനം തൊട്ടാലിറങ്ങുമല്ലേ? ഞാനൊന്നല്ലേ ശശി. ചപ്പാത്തി ചിക്കന്റെ ബാക്കി പറ. ചപ്പാത്തി ചിക്കൻ പൊറോട്ടയും ബീഫും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താ ഗായത്രി കൽവള. അപ്പൊ ഇന്ന് നമ്മൾ ആരുടെ കൂടാണ് വീഡിയോ? നിധിക്കുട്ടിയുടെ കൂടാണ് കേട്ടോ. നിധിക്കുട്ടിയുടെ കൂടെ നമ്മൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യാൻ പോകുന്നത് നിധിക്കുട്ടിക്ക് അറിയാവോ? ഒരു രസമില്ല. ഇന്ന് ഗായമ്മ നിധിക്കുട്ടിയുടെ അടുത്ത് കുറച്ച് കടങ്കഥകളൊക്കെ ചോദിക്കും. കടങ്കഥ എന്ന് പറഞ്ഞാൽ അറിയാവോ? എന്തുവാ ഒരെണ്ണം പറയാ? തേടി വെള്ളി കളിച്ചിട്ടു. ഓക്കെ അത് പഴം ചൊല്ല്. അപ്പൊ ഇങ്ങനെയുള്ള ചോദിക്കുമ്പോ നിധിക്കുട്ടി എന്താ പറയണത്? നിധിക്കുട്ടി അതിന്റെ ഉത്തരങ്ങൾ പറയണം. കേറിയിരിക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. ഒന്നാമത്തെ ചോദിക്കട്ടെ. ഒന്നാമത്തെ കട ഇത് നിധിക്കുട്ടി നോക്കാൻ പാടില്ല. ഒന്നാമത്തെ കടങ്കഥ. തൊട്ടാൽ ഉറങ്ങും തോപ്പിലെ കുഞ്ഞൻ. തൊട്ടാവാടി. ഇതൊക്കെ എങ്ങനെ അറിയാം? എനിക്കറിയില്ല. തൊട്ടാലിറങ്ങും തൊട്ടാവാടി. തൊട്ടാൽ പാടുന്ന സാധനം തൊട്ടാലിറങ്ങുമല്ലേ? ഞാനൊന്നല്ലേ ശശി. അടുത്തത് എന്നാലേ ഞാൻ കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാം. അത് നീ പറയുമെന്ന് അറിയണമല്ലോ. ഒന്നാമത്തെ കുസൃതി ചോദ്യം. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല. വായു. നമുക്കത് കാണാൻ പറ്റുന്നില്ലല്ലോ. വേറെ ഉത്തരം ഉണ്ടോ? ഇല്ല. വേറെ ഉത്തരം ഇല്ല. എന്നാ അതിന്റെ ഉത്തരം എന്താണെന്നറിയാവോ? ശബ്ദം കാണാൻ പറ്റുമോ? ഇല്ല. രണ്ട് ശരിയാ. ഓക്കെ. അടുത്തത് തല കുത്തി നിന്നാൽ വലുതാകുന്നത്. ആന. തല കുത്തി നിന്നാ എങ്ങനെ ആന വലുതാവുന്നേ? ആന എങ്ങനെ തല കുത്തിക്കാനാ? തല കുത്തി നിന്നാൽ വലുതാകുന്നത് മരം. 6 തല തിരിച്ചെന്ന് വെക്ക്. 6 എന്ന് പറഞ്ഞ നമ്പര് തല കുത്തി തിരിച്ചു വെക്ക്. അപ്പൊ എന്തോ 6 തിരിച്ചു വെച്ചാ 6-നെക്കാട്ടി വലുതല്ലേ 9. അപ്പൊ വലുതായില്ലേ? ദൈവമേ രക്ഷിക്കണേ കർത്താവേ. അങ്ങനൊന്നും പറയാതെ. കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം എന്ത്? കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം. ആറ് കുടിക്കുവോ? നമ്മൾ രാവിലെ വൈകിട്ടൊക്കെ എന്തെങ്കിലും കുടിക്കത്തില്ലേ? എന്തോ കുടിക്കുന്നേ? ചായയുടെ ഇംഗ്ലീഷ് എന്തുവാ? ABCDക്കകത്ത് ടീ ഉണ്ടോ? ഓക്കെ. അടുത്തത് മീൻ പിടിക്കാൻ പറ്റാത്ത വല. മീൻ പിടിക്കാൻ പറ്റാത്ത വല. വലയ്ക്ക് നൂലില്ലായിരിക്കും. കവല. ഇത് മോൻ അറിയാൻ വഴിയില്ല. കവല എന്ന് പറഞ്ഞ ചന്ത. അപ്പൊ നിധിക്കുട്ടി അടുത്തുള്ള ചോദ്യമൊക്കെ കഴിഞ്ഞു. അപ്പൊ നിധിക്കുട്ടി പറയുന്നത് എന്താ? കുറെ കഷ്ടം ചോദിക്കും. ഗായ്മ അത് തെറ്റിച്ച ഈ സ്റ്റിക്കിനൊട്ടി ഗായ്മയുടെ നെറ്റിയിലും ദേഹത്തും ഒക്കെ ഒട്ടിച്ചിട്ട് ഞാൻ കളിയാക്കാം. പപ്പീഷയും ഒന്നും പറഞ്ഞ. ഓക്കെ. ചോദിച്ചോ. എന്തോ? ചപ്പാത്തി ചിക്കന്റെ ബാക്കി പറ. ചപ്പാത്തി ചിക്കൻ പൊറോട്ടയും ബീഫും. അല്ല. ചപ്പാത്തി ചിക്കനും അല്ലാതെ പുട്ടും കടലേ. അയ്യേ. പിന്നെന്താ? എനിക്ക് മനസ്സിലായില്ല. എന്താ സംഭവം? ക്വസ്റ്റ്യൻ പോലും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒന്നും കൂടെ പറയാം. ചപ്പാത്തി ചിക്കൻ അതൊരു ഗെയിം. അതിന്റെ ബാക്കി പറയാം. പാടണോ? ഈ സാം സൂമൊക്കെ പോലെ പാടണം. ചപ്പാത്തി ചിക്കൻ പൊറോട്ട ബീഫ് എനിക്കറിയത്തില്ല. നീ പകരം വീട്ടാണല്ലോ. ഇതെന്റെ ഐഡിയ ആയിപ്പോയി. അടുത്ത എന്തുവാ? അതിന്റെ ബാക്കി പറ. ABCD എന്നല്ലേ തുടങ്ങുന്നേ? അല്ല. AEO അല്ലേ? AEIOU വവ്വൽസ്.
ആ അടുത്ത ഇത് പപ്പീഷം വെക്കാൻ പറ്റത്തില്ലല്ലോ ഹിൻബിച്ചാ. ഓൾറെഡി ഞാൻ പപ്പിഷമായി പോയില്ലേ. ആ പിന്നെ അടുത്തത് വാഷി ടേപ്പ് എന്താണ്? വാഷിംഗ് ടേപ്പോ? അല്ല, വാഷി ടേപ്പോ ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാ. അതിന് എനിക്കറിയത്തില്ലല്ലോ ക്രാഫ്റ്റ്. എന്നാലും ഒന്ന് ആലോചിക്കണേ. വാഷി ടേപ്പോ? ശ്രമിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. വാഷി ടേപ്പ് എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ് ചെയ്തിട്ട് തെറ്റി പോകുമ്പം അത് മായ്ക്കാനുള്ള ടേപ്പ്. അല്ല ഗായ്മ, അതൊന്നും അല്ല. അറിയത്തില്ല. അടുത്തതും ക്രാഫ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? അടുത്തെന്തോ? ക്യാമറ നോക്കി നിൽക്ക. പശ അല്ലാതെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ചോറ്. ക്രാഫ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടതായതും. പശ അല്ലാതെ ഞങ്ങളൊക്കെ ചോറ് ഉപയോഗിക്കാന്നല്ലോ. പശ അല്ലാതെ ഒട്ടിക്കുന്ന ഫെവിക്കോള്, ഫെവിക്കുക്ക്, സൂപ്പർ ഗ്ലൂ. അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഉത്തരം പറയട്ടെ. എന്താ? ടേപ്പ്. ടേപ്പോ? സെല്ലോ ടേപ്പ്. അടുത്തതും ക്രാഫ്റ്റ് ആണോ? അടുത്തത് അതും ക്രാഫ്റ്റ് റിലേറ്റഡ് ആണോ? അപ്പൊ പിന്നെ എനിക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ചോദിക്കാമല്ലോ. അടുത്തെന്താ? കത്രിക അല്ലാതെ പേപ്പർ വെട്ടാൻ ഉപയോഗിക്കുന്ന സാധനം. ബ്ലേഡ്. സ്കെയില്. ഇതിനെനിക്ക് എന്തായാലും ഒട്ടിക്കാൻ പറ്റുന്നില്ല. അടുത്തെന്തോ ക്രാഫ്റ്റ് ആണോ? അടുത്തതും ക്രാഫ്റ്റ്. എന്തോ? ഞാൻ ഗായമ്മടുത്ത് 4 ചോദ്യം ചോദിച്ചില്ലേ, ഇനി ഒരെണ്ണം കൂടെ ഞാൻ ഗായമ്മടുത്ത് ചോദിക്കും. ഗായമ്മ എൻ്റെ അടുത്ത് 2 എണ്ണം കൂടെ ചോദിക്കണം. ഓക്കെ. വീണ്ടും ഗായമ്മ തോക്കുന്നു. അടുത്തത് ഞാൻ ചോദിക്കാം. സ്ക്വിഷി എന്താണ്? സ്ക്വിഷിയോ? സ്ക്വിഷി എന്താണ്? ഖുഷിന്ന് കേട്ടിട്ടുണ്ട്. സന്തോഷം. അല്ല. ബാലവീരിലെ? അല്ല, അതല്ല. മതി, നിന്നെ ക്യാമറ കാണത്തില്ല. സ്ക്വിഷി. സ്ക്വിഡ് ഗെയിം അറിയാം. നീ എനിക്ക് അറിയാത്തത് മാത്രം ചോദിക്കുമല്ലേ? അയ്യോ, അറിയുന്ന ചോദിച്ചാൽ ഞാൻ തോക്കത്തില്ലേ? അടുത്തെന്തോ? എനിക്ക് അറിയത്തില്ല. ഓക്കെ, യു ക്യാൻ. പറയട്ടെ. ക്രാഫ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടതാ. പറയട്ടെ. ഞെക്കിക്കളിക്കുന്ന സാധനം. എന്റെ പൊന്നോ, ഞാൻ കണ്ട് അയ്യത്ത് അരിയും കൂട്ടനെയും കളിച്ചോടാ ടീം. എന്നോട് ഞാൻ എന്ത് പറയാനാ? ഇനി ഇവിടെ കണ്ണി വെള്ളം ഒട്ടിക്കേണ്ട ആവശ്യം വരുമോ ഗായ്മ? ഇനി ഗായ്മ എന്നോട് 2 ചോദ്യം ചോദിക്കും. അപ്പൊ എനിക്ക് ഒട്ടിക്കാമല്ലോ. ഓക്കെ, നമുക്ക് ഒട്ടിക്കാം. ഞെട്ടില്ല, വട്ടയില്ല. പപ്പടം. മുറ്റത്ത് ചപ്പിന് അടപ്പില്ല. കിണറ്. ഞാൻ ചോദിക്കുന്നതല്ല, നിനക്കറിയാം. തോറ്റിട്ട് പാട്ട് പാടാനുള്ളൊരു മൈൻഡ് എനിക്കില്ലേടി. അടുത്ത. അപ്പൊ ഞാൻ വിജയകരമായി ഗായത്രി കല്ലുവിള തോറ്റിരിക്കുകയാണ്. നിന്റെ അടുത്തോ? ഇതിന് ഞാൻ പിടിക്കൂടി, നോക്കിയോ. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര. അറിഞ്ഞൂടാ. This is my time. ഞാൻ വെറുതെ പറഞ്ഞത്, എനിക്കറിയായിരുന്നു. ചിരിപ്പ്. പാതി വഴി തീരും. അപ്പൊ ഈ ഗെയിമില് ഞാൻ തോറ്റിരിക്കുകയാണ്. അടുത്ത ഗെയിമിൽ തോക്കാനായിട്ട് നിധിക്കുട്ടിയായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെയും ഗായത്രി കല്ലുള. ഈ വീഡിയോ കാണുന്നവർ, കുട്ടികളെല്ലാം ഈ വീഡിയോ വന്ന് കാണേണ്ടവർ കാണുക. പിന്നെ എന്റെ ബസ്സിലെ എല്ലാ പിള്ളേരും ഈ വീഡിയോ കാണുക. അവർ ഇത് കണ്ട് പൊട്ടിച്ചിരിക്കണ്ടേ. അത്ഭുതകരമായി വീണ്ടും അത് കുഴപ്പമില്ല, അത് ലൂസ് കോണ്ടാക്ട് ആവുന്നു. അയ്യോ, ലിപ്സ്റ്റിക് ആയി. കടിക്കും നിന്നെ ഞാൻ, കടിക്കും.